തുണിയാണ് നേരിട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം അന്ന് നമ്മളവിടെയൊക്കെ നല്ല വെയിലാട്ടോ. ചവക്കത്തേപ്പൊക്കെ ഒക്കെ എടുത്തിട്ട് മേലെ കൊണ്ടുപോയിട്ടോ. ഒക്കെ ഒരു നനവാണ്. ഇത്ര ദിവസം നമുക്ക് എല്ലാതൊരു നനവ്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്തു, വേഗം തിരുമ്പിയിട്ട് വാർപ്പിൻ്റെ മേലെ കൊണ്ടിട്ടു. പുതപ്പും വിരിപ്പും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതാ അതിലൊക്കെ ഉണ്ട്. നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഇന്ന് കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും വിശേഷങ്ങൾ തുടങ്ങിയിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തുടങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി നമ്മുടെ ആപ്പിട്ട് അപ്പോഴേ ഇന്ന് വൈകുന്നേരത്തേക്ക് ഉച്ചയ്ക്ക് ഒന്നും ചോറിന് ഉണ്ടാക്കില്ല കേട്ടോ. ഉണ്ടാക്കി വെച്ചാൽ വെറുതെ ഒരു വെണ്ടയ്ക്ക കറി ഉണ്ടാക്കി നമ്മളെ വാഴ തോട്ടി വെച്ചിട്ടൊരു ചെറിയൊരു ഇതെടുത്തു, മറ്റേ ആ ചെറുപഴല്ലേ അത്. അപ്പോൾ അത് ഉപ്പേരി വെച്ചു. അതും മമ്പയറും കൂടെ ഉപ്പേരി വെച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഒന്നുമില്ല. അപ്പോൾ സൺഡേ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ മക്കൾക്ക് ഒരു പൊലിവല്ലേ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കേട്ടോ. അന്ന് നമ്മൾ നാത്തോനും ഏട്ടനൊക്കെ വന്നപ്പോൾ നമ്മൾ ദിവസം ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് ഇങ്ങനെ കുട്ടികൾക്ക് ഒരു മൂതി പറയണ്ടേ. അപ്പം ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് വൈകിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് അരി ഉണ്ടാകും. അപ്പോൾ ചിക്കനും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ രാജേട്ടന് കുറേയൊക്കെ ഉള്ളി കരിഞ്ഞു തരാറുണ്ടേ. അപ്പോൾ കേട്ടോ അത് ഞാൻ കളയാം. നല്ലതുണ്ടാവില്ലേ നമ്മുടെ ബിരിയാണി അരി ഇല്ലേ, പച്ചരി അല്ല കേട്ടോ. അന്ന് ഞാൻ പച്ചരി വെച്ചിട്ടാണ് മറ്റേ ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ ബിരിയാണി അരി തന്നെയാണ്. പിന്നെ ഇതാ ഇതൊക്കെ ചെയ്തു കേട്ടോ. ഉള്ളിയൊക്കെ ചതച്ച് വെച്ചു. ചിക്കൻ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, മസാലയൊക്കെ പുരട്ടി വെച്ചതാ. അപ്പം ഞാൻ വറക്കണം. നമ്മൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ വന്നപ്പോൾ. അപ്പം ഇന്നിങ്ങനെ ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അപ്പം ഇനി വൈകുന്നേരം അത് ഉണ്ടാക്കാൻ വെച്ചിട്ടേ ഇന്നലെ പറയുന്ന ഒഴിവാണ് ഒരാഴ്ച മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു. നമ്മളൊരാളിങ്ങനെ അരിഞ്ഞിടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നാവും കേട്ടോ. അപ്പം ഇത് വേഗം ഉണ്ടാക്കാം. നാരങ്ങ അത് നമ്മൾ അരിയിൽ ഒഴിക്കുക, അരി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കുക. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രാജേട്ടനോട്. അത് ഓർത്ത് കൊണ്ടുവന്നപ്പോൾ അവർക്ക് അറിയാം എന്തൊക്കെയാണ് വേണ്ടത്. അപ്പം പിന്നെ ഞാനുണ്ടല്ലോ മക്കൾ കാണാണ്ട് മാറ്റി വെച്ചതായിരുന്നു. കണ്ടാൽ അവരെടുത്ത് കഴിക്കും. അപ്പോൾ മാറ്റി വെച്ചു. കുറച്ചും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പം പറയണം കൊണ്ടുവരാൻ. അപ്പം അതിന് കുറച്ചാൾ മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ബിരിയാണിയിൽ ഇട്ടാലും അവരെടുത്ത് കളയും. വലിയ ഇഷ്ടമൊന്നുമില്ല അത്. അപ്പം ഇനി അടുപ്പ് കത്തിക്കാൻ വെച്ചിട്ടാണ്. ഇന്നലെ ഇതുപോലെ വിറകിന് പോയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ റബ്ബർ കാട്ടിൽ. കണ്ട നല്ല റബ്ബറിൻ്റെ വിറക് കുറേ കിട്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് പോകണം വിചാരിച്ചാണ്. അപ്പം ഇന്ന് പോകാൻ പറ്റിയില്ല. നല്ല വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ പോയാൽ നല്ല സുഖം കനം ഉണ്ടായിരുന്നു. പക്ഷെ പോയാൽ നമുക്ക് എത്ര ഏറ്റി പോരാ കേട്ടോ. അത്ര ഉണ്ട് വിറക്. അപ്പോൾ ഇനിയിപ്പോൾ അടുപ്പ് കത്തിക്കാൻ വെച്ചിട്ടേ അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാം കേട്ടോ. തീയേ ഇന്നിനി കത്തിട്ടോ. ഇതിലൊക്കെ നിറയെ വെള്ളമായിരുന്നു. അപ്പം എന്നാൽ അതൊക്കെ തുടച്ചെടുത്തു. നമുക്കിവിടെ ഷീറ്റ് ഇടണം. വഴുകാണ്ട് ഇവിടെ ഷീറ്റ് ഇടണം. അല്ലെങ്കിൽ ഒരാകെ നനയും. ചാവി കളയുള്ളത് ഇങ്ങനെ അറിയാം. ചാവി ഇവിടെ വെക്കുക കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോൾ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടി പോകും. അതുപോലെ ഇവിടെ വെക്കുക. ഇച്ചിരി ആരും വരുമൊന്നും വേണ്ടിട്ട് അങ്ങോട്ട് എടുക്കാൻ. ചൂടുണ്ട്. ആദ്യം അണ്ടിപ്പറ്റും മുന്തിരിയൊക്കെ വറക്കട്ടെ. വെളിച്ചെണ്ണയായിട്ട് വല്ലാണ്ട് പെരുമാറില്ല കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൊണ്ട്. ഇത് സൺഫ്ലവറാണ്. അത് വറക്കാൻ കുറച്ച് നെയ്യ് കൊടുക്കാം. വെളിച്ചെണ്ണയിലല്ലല്ലോ സൺഫ്ലവർ. വെളിച്ചെണ്ണയ്ക്ക് ഒരു ചൊവ്വയില്ലേ. സൺഫ്ലവറിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ നമ്മൾ. പക്ഷേ വെളിച്ചെണ്ണ വേണം ഉപയോഗിക്കില്ല ആരും വല്ലാണ്ട്. നെയ്യ് നാളെ 2 ദിവസമായിട്ടൊക്കെ കൊണ്ടുവച്ചിട്ട് ഉണ്ടാവുമ്പോൾ ചെറിയത് കൊണ്ടു. അതാ അണ്ടിപ്പരിപ്പ് ഇതില്ലേ, അണ്ടിപ്പരിപ്പ് പത്തളം ഇത് വെട്ടോ. അത് നല്ലോണം കുറച്ച് നമ്മൾ ആ ഉള്ളി അരിഞ്ഞതിന് കുറച്ച് മാറ്റി വെച്ചു. ഇപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടാവും. കുറച്ചെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കാറ്. അന്ന് നമ്മളിന്ന് നാട്ടിൽ വന്നപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും.
രാത്രിക്ക് ആവുമ്പോൾ എന്താ വെച്ചിട്ടാ പകലുണ്ടാക്കുകയാണെങ്കിൽ മക്കൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ രാത്രി ഉണ്ടാക്കുമ്പോൾ വല്ലാണ്ട് വെക്കില്ല, രാവിലെ ചൂടാക്കിയിട്ട് കഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് നല്ലപോലെ വഴക്കട്ടെ. ഇതൊന്ന് വഴന്ന് വന്നിട്ട് നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി തന്നെ ഇതും കൂടെ അതിലേക്ക് വഴറ്റിയിട്ട് നമുക്കിങ്ങോട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ കുറച്ചും കൂടെ എണ്ണ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ ഉണ്ടല്ലോ ഇത് നമുക്ക് വറുത്തെടുക്കാം. അതിനൊക്കെ സെറ്റാകട്ടെ കേട്ടോ. ചിക്കനൊക്കെ വറുത്ത് വെച്ചു. പിന്നെ ആ എണ്ണയിൽ തന്നെ വെല്ലുള്ളി തക്കാളിയൊക്കെ വഴറ്റുക. അത് വഴറ്റിയിട്ട് നമുക്കതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, പച്ചമുളക് അത് ഇടണം. ഇടന്ന് നല്ല അത് എടുക്കട്ടെ, എല്ലാം ഒന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ ഇങ്ങനെ കാണുമ്പോൾ. നമ്മുടെ സംഭവങ്ങളൊക്കെ ആയിട്ടോ. റൈസ് ഞാൻ ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കനില്ലേ വറുത്ത് അത് വരട്ടി ഇതാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ദമ്മിടാം. എപ്പോഴും കാണിച്ച് വെറുപ്പിക്കേണ്ട വെച്ചിട്ട് ഞാനതൊന്ന് കാണിക്കാണ്ടിരുന്ന കേട്ടോ. അന്നേ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കെന്ത് ചെയ്യാം, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചോറിനെടുക്കിടാം. അമ്മു ഒക്കെ കേട്ടോ. അമ്മു അപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ബിരിയാണി. അമ്മു അപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂനാണെങ്കിൽ വയ്യ, സുഖമില്ല, വയറുവേദനയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഉണ്ടാക്കണ്ടെന്നിങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവർ പൊലിവിച്ച് ഇരുന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നിട്ടേ പിന്നെ എന്തായാലും ഉണ്ടാക്കി. ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ബിരിയാണി മസാല ഒന്നും ഇടലില്ല കേട്ടോ. ഇപ്രാവശ്യം ഇട്ടൊന്നും എന്താവും അറിയില്ല. ഞാൻ മറ്റേ പട്ടയൊക്കെ പൊടിച്ചത് അതൊക്കെ തന്നെ ഇടാറുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. വല്ലാണ്ട് കുത്തൽ വരും ചിലപ്പോൾ. ഇട്ടിട്ട് ചിക്കൻ മാറ്റി വെക്കണ്ടോ? അല്ലല്ലോ, വയ്ക്കണോ? കുറച്ച് മാറ്റി വെക്കണോ? ഒക്കെ ചോറിലിട്ടാലേ ചിലപ്പോൾ രണ്ട് ലക്ഷം ഒന്ന് മാറ്റി വെക്കുക വെച്ചിട്ട് വിചാരിച്ചിട്ട് നോക്കട്ടെ. അത് ഉണ്ടല്ലേ കുറച്ച് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ബിരിയാണി ലാസ്റ്റ് ഘട്ടത്തിലെത്തിയിട്ടോ. ഇത്ര ഉണ്ടാക്കി. ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. മേലഴുകലോ കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. വയ്ക്കാം, ദമ്മ് വയ്ക്കാം കേട്ടോ. പരകയോടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ മേലഴുകി വരുമ്പോഴേക്കേ ഓട്ടുണ്ടോ? എന്താ ചെയ്യുക? ഇങ്ങനെയാ അങ്ങനെ ഇരുന്നോട്ടെ. അവിടെ കുറച്ചൊരു ഇതുണ്ട്. പിന്നെ നമുക്കേ മേലഴുകി വിളക്ക് വെച്ചോ ചേട്ടാ, വിളക്ക് വെച്ചോ. ഞാൻ മേലഴുകട്ടെ എന്നിട്ട് കാണിക്കാം കേട്ടോ. ദമ്മ് നമ്മുടെ ബിരിയാണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ക്ഷമല്ല, എന്നിട്ട് തറവാട്ടിലും കൂടെ ഒന്ന് പോകണം. ഉള്ള കൊണ്ടേക്കട്ടെ, സ്പെഷ്യലാണ് സംഭവം. ഇവിടെ വെച്ചാലേ ഉള്ള കൊണ്ടാക്കി. ഇരുന്ന് കുറച്ചേനെ അല്ലേ. ടോബിയുടെ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത്. ടോബിക്കുട്ടൻ്റെ അല്ലേ? എന്താണ് ഇവിടെ ആരാ വന്നേ? ഇവിടെ ആരാ വന്നേ? നിൽക്ക. ആ എൻ്റെ ഷാള് വായ അങ്ങനെ കയറേ. ഞാൻ പോട്ടെ നോക്കേ. തറവാട്ടിലെത്തിട്ടോ. താഴെ ഇളച്ചിയിൽ അവിടെ അനിയത്തി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്ന് കാണാച്ചിട്ടേ എല്ലാവരും ഒന്ന് കാണാച്ചിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക, സ്പെഷ്യൽ ഉണ്ണിയപ്പാട്ടോ. എണ്ണ ചൂടായിട്ടിരിക്കുകയാണ്. അബിക്ക് കൊണ്ടുപോകാനാ? അബി വന്നിട്ടുണ്ട് കേട്ടോ. അനിയൻ്റെ കുട്ടിയാണ്. അപ്പൊ അവന് എറണാകുളത്തല്ലേ? എറണാകുളത്താണ് പഠിക്കുന്നത്. അപ്പൊ അവൻ ഇന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ വൈകുന്നേരത്തെ രാജാറാണിക്ക് പോകും.
അപ്പം അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കണം. വേറെന്താ കൊണ്ടുപോകണം? ബേക്കറി ഉണ്ടാക്കണം. പപ്സല്ല, എന്താണ് കപ്പ് കേക്ക്. അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഉണ്ണിയപ്പം അങ്ങനെ ഉണ്ടാക്കട്ടെ ഞങ്ങൾ. ഞാൻ നല്ല നേരത്തേക്ക് ഞാൻ വന്നെ. പഴം കൂട്ടിയിടണോ? ചെറുപഴല്ലേ? നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം, അരി, ശർക്കര, പിന്നെ തേങ്ങാക്കൊത്ത്, നെയ്യിൽ മുപ്പിച്ചത്. നേന്ത്രപ്പഴം ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വരെ രസം ഉണ്ടാവില്ലേ? ഞാനേ മറ്റേ ചെറുപഴല്ലേ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കേട്ടോ, ഞാനിങ്ങനെ ചെറുപായിട്ടിട്ട് ഉണ്ടാക്കാറ്. ഇത് നേന്ത്രപ്പഴം കൂടെ ഇട്ടിട്ടാവണ്ടേ വളരെ രസമുണ്ട്. ഇനി ചെയ്യാൻ ചെയ്തു പറഞ്ഞേ. അവനെ റോഡിലേക്ക് പോവാനാണ് മെയിന്. റോഡിലേക്ക് പോവാന് അവനെ കൊണ്ട്. എടേ അഖിലേ, ഞാൻ പോവാ കേട്ടോ. വിളിക്ക് അഖിലേ. അഖിലേ കുഞ്ഞ്, ഞങ്ങള് പോയി. എടി നോക്കങ്ങോട്ട് വാ. തറവാട്ട് പോയിട്ട് വന്നു കേട്ടോ. എന്നുവെച്ചാൽ ഇങ്ങനെ ഞായറാഴ്ച ദിവസം പോകുമ്പോൾ ഒരു രസമാട്ടോ. അവിടെ പോകുമ്പോൾ ഇവിടെ പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അവിടെ താഴെ ഇളയച്ചി കുട്ടികളും മറ്റോടത്ത് ഇളയച്ചിൻ്റെ അമ്മ അച്ഛൻ എല്ലാവരോടൊപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ രസമാട്ടോ. ഒറ്റയ്ക്ക് എങ്ങനെ ആകുമ്പോൾ ഒരു ഇതാണ്. അപ്പോൾ അതാ വന്നപ്പോഴേക്കും അപ്പോസ് ഇവിടെ എന്താ കാട്ടിയെന്ന് അറിയോ? ഇതുണ്ടോ, ഇവിടെ പണി ഉണ്ടാക്കി ചെന്നു. അവനെ മയോണൈസൊക്കെ ഉണ്ടാക്കി ചെന്നു. നമ്മുടെ ബിരിയാണി ഇല്ലേ, ബിരിയാണിക്ക് മണക്കം കേട്ടോ. സൂപ്പറായി കേട്ടോ. കണ്ടോ, 2 മുട്ടയൊക്കെ എടുക്കുന്നത് നമ്മുടെ കോഴികളെ മുട്ടയാണത്. കുറച്ച് തവണ മഞ്ഞ അതിൻ്റെ കുഞ്ചില്ലേ അതൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അവൻ വന്നിട്ട് ഞങ്ങൾ കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.